പിന്നെ വൈകുന്നേരത്ത് വർക്കില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എന്നോട് എനിക്ക് ഏട്ടൻ ഒരു കേക്ക് മേടിച്ചിട്ട് കേക്ക് കഴിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടെന്നിട്ട് ഏട്ടൻ പോയിട്ട് കേക്കൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം കഴിച്ച് കുറച്ചേരം ഇരിക്കും. പിന്നെ ലാലേട്ടൻ്റെ പടം റിലീസ് കഴിഞ്ഞാൽ അത് കാണാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ റിലീസിൻ്റെ തന്നെ രാത്രി ഒരു 12 മണിത്തെ ഷോയാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. റിലീസിൻ്റെ ഒന്നായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടാവും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ലൈറ്റ് ആയിട്ട് മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്. അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ എൻവൈബയുടെ ഓൺലൈൻ നീഡ് മേക്കപ്പ് കിറ്റാണ്. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ പ്രൊഡക്റ്റിനും 100 രൂപയ്ക്ക് താഴെ മാത്രമേ വരുന്നുള്ളൂ. എന്ന് വെച്ചാൽ 85 രൂപ മാത്രമേ ഇത് ഓരോ പ്രൊഡക്റ്റിനും വരുന്നുള്ളൂ കേട്ടോ. അത് മാത്രമല്ല നമുക്ക് വേണ്ട എല്ലാ പ്രൊഡക്റ്റും ഈ ഒരു കിറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ എടുക്കുന്നത് നമ്മളെ പ്രൈമറാണ്. പ്രൈമർ നമ്മളെ ഫേസിലെ ബോർഡ്സ് കവർ ചെയ്യാൻ മാത്രമല്ല ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മളെ മേക്കപ്പ് നമ്മളെ സ്കിന്നിന് ഡയറക്റ്റ് ആയിട്ട് ഇൻട്രാക്ഷൻ വരാതെ അത് പ്രൊട്ടക്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. പോരാത്തതിന് സ്മൂത്ത് ബേസും കൂടി തരുന്നു. അതേപോലെ തന്നെ ആക്നെ പ്രോൺ ഓയിൽ സ്കിന്നുകാരൊക്കെ ഇത് യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. അടുത്തതായി ഞാൻ എടുക്കാൻ പോകുന്നത് നമ്മളെ ബേബി ക്രീം ആണ് കേട്ടോ. ഇത് നമ്മൾ ഫൗണ്ടേഷനായിട്ട് ഒരു നാച്ചുറൽ ലുക്ക് തരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല നല്ല ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളെ ഫേസിന് ഒട്ടും ഹെവി ലുക്ക് തരില്ല കേട്ടോ. അടുത്ത് ഞാൻ യൂസ് ചെയ്യുമ്പോൾ നമ്മളെ കോമ്പാക്ട് പൗഡർ ആണ്. കോമ്പാക്ട് പൗഡർ ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറില്ല, പക്ഷെ ഇങ്ങനെ കുറച്ച് തിരക്കുള്ള സ്ഥലങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഒരു മാറ്റ് ഫിനിഷ് ലുക്ക് കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അടുത്ത് ഞാൻ യൂസ് ചെയ്യുമ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയ ബ്ലഷ് ആണ്. അപ്പോൾ അതെൻ്റെ 2 കവിളുമയും അതേപോലെ ഐഷോഡ് ആയിട്ടൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പോരാത്തതിന് ഇത് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാനും പറ്റും. അടുത്ത് ഞാൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കാജലാണ്. ഇത് നല്ല പിഗ്മെന്റഡും ആണ്, പോരാത്തതിന് വാട്ടർ പ്രൂഫും ആണ്, പിന്നെ സ്മജ് പ്രൂഫും ആണ്. അതുകൊണ്ട് ഞാൻ കണ്ണിന്റെ മേളിലും മടിയിലും നന്നായി എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് മസ്കാര ആണ്. അപ്പോൾ അതും ഞാൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത് നമ്മൾ ലിപ്സ്റ്റിക്, അത് നമ്മൾ എൻവൈബയുടെ ഏറ്റവും കൂടുതൽ പോകുന്ന സ്പൈസി റസ്റ്റ് എന്ന് പറഞ്ഞ ഷെയ്ഡ് തന്നെയാട്ടോ വരുന്നത്. അത് തന്നെയാട്ടോ ഈ ഒരു ക്രയോൺ കളറിൽ നമ്മൾ മേക്കപ്പ് കിറ്റിൽ വെച്ചിട്ടുള്ളത്. ഷെയ്ഡ് രണ്ടും സെയിം ആണെങ്കിലും ഇത് നല്ല ക്രീമി ആൻഡ് നറിഷിംഗ് ആണ് കേട്ടോ. അടുത്ത് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ സെറ്റിംഗ് സ്പ്രേ ആണ്. ഇതാണ് നമ്മളെ മേക്കപ്പ് എത്ര ടൈം ലാസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ പോകുന്നത്. ചിലർ ഇത് ഓരോ സ്റ്റെപ്പിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാൻ ലാസ്റ്റ് മാത്രമായിട്ട് യൂസ് ചെയ്യാറുള്ളൂ. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫേസ് ഭയങ്കര ഗ്ലോ ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഞാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ സിമ്പിൾ ആയിട്ട് മേക്കപ്പ് ചെയ്യണമെങ്കിൽ ഈ ഒരു കിറ്റ് അടിപൊളിയാണ്. അത് മുതൽ ഇത്ര അഫോർഡബിൾ ആയിട്ട് മേക്കപ്പ് ചെയ്യാനായിട്ട് ഇനി വേറെ പ്രോഡക്റ്റ് വരാനില്ല കേട്ടോ. അപ്പം ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കാര്യങ്ങൾക്ക് മേടിക്കണമെങ്കിൽ പർപ്പിൾ അവൈലബിൾ ആണ്. പോരാത്തതിന് ഫാസ്റ്റ് ഡെലിവറിയും കൂടിയാണ് കേട്ടോ. കൊച്ചി ചെന്നൈ ഏരിയകൾക്കൊക്കെ 2 മണിക്കൂറിനുള്ളിലായിട്ട് നമ്മുടെ കയ്യിലെത്തോട്ടാ. അങ്ങനെ നമ്മൾ വേഗം തന്നെ പിള്ളേരിനെല്ലാം കൊണ്ട് പടം കാണാൻ വേണ്ടി വന്നിട്ട് നമ്മൾ സാധാരണ ശോഭയിലൊക്കെയാണ് ടിക്കറ്റ് എടുക്കണമെങ്കിലും ഈ പ്രാവശ്യം അവിടെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തുള്ള ഭാവന തിയേറ്ററിലേക്കാട്ടോ വന്നത്. അവിടെ 12 മണി എന്നിട്ട് 12:20 സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വെയിറ്റ് ചെയ്ത് ഞാൻ വിശർത്ത് കുളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു വിധം ഉള്ളിൽ കയറി ഇരുന്നപ്പോഴാണെങ്കിലോ ഏസി ഒന്നും തീരെ തണുപ്പില്ല, ഒന്നുമില്ല, നല്ല ശോക അവസ്ഥയായിരുന്നു. അങ്ങനെ നമ്മൾ പടമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ നെഗറ്റീവ് കമൻസ് പോസിറ്റീവ് കമൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. പിന്നെ കുറച്ച് നേരം നിന്നിട്ട് മഴ മാറിയതിൻ്റെ ശേഷമാണ് നമ്മൾ വീട്ടിലേക്ക് പോയിട്ട്. അപ്പോൾ എന്തായാലും ബൈ.